2.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നാടൻ ബീഫ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് കഴുകിയെടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏതാണ്ട് ഈ ഒരു വലിപ്പം മതി. മസാലയൊക്കെ നല്ലോണം പിടിക്കും. അങ്ങനെ 6 വെള്ളത്തിൽ ബീഫൊന്ന് നന്നായിട്ട് കഴുകി, മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. ബീഫ് മസാല, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, മല്ലിപ്പൊടി, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറഞ്ഞ തീയിൽ മസാല ഒഴിക്കാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും മറ്റു സാധനങ്ങളൊന്ന് വാട്ടിയെടുക്കാം. പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 250 ചെറിയ ഉള്ളി, ഒരു 3 സവാള, 5 പച്ചമുളക്, നല്ലോണം വാട്ടിയെടുക്കാം. കുറച്ച് കറിവേപ്പില, 2 തണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ. വെളുത്തുള്ളി നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് നോക്കിയിട്ടിടാം. ഇനി വാട്ടിയ ഉള്ളിയിലേക്ക് നമ്മുടെ മസാല ഇടാം. ഏതാണ്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. പൊരിച്ച് വെച്ച മസാലയും ഉള്ളിയെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നാടൻ ബീഫ് കറി ആകുമ്പോൾ കുറച്ച് ചാറൊക്കെ കാണും. നല്ല രീതിയിലൊന്ന് ഇളക്കി ചാറ് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. നാടൻ ബീഫ് കറി ആയതുകൊണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇനി കുറച്ച് മല്ലിച്ചപ്പിൻ്റെ മുകളിൽ കൂടെ ഇടാം. നന്നായിട്ട് നടക്കി വെക്കാം. വെളിച്ചെണ്ണ നെയ്യെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. മസാലയെല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഈ ബീഫ് ഈ ചോറാണ് കേട്ടോ ബീഫിൻ്റെ കൂടെ നല്ല ചാറൊക്കെ ഉണ്ടായതുകൊണ്ട് ടേസ്റ്റിയാ നല്ലോണം വന്നിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അല്ലേ അതൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല എരിവൊക്കെ പാകമാണ് ഉപ്പൊക്കെ നല്ലോണം ഉണ്ട് ഇതിൽ നല്ല മസാല എടുത്തുകൊണ്ട് കഴിക്കാൻ നല്ല രസമുണ്ട് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് എരിവ് ഉപ്പൊക്കെ പാകമാണ് എരിവുണ്ട് നല്ല ഉപ്പുണ്ട് ചൂടാണ് പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ കൂടുതൽ വീഡിയോ ലഭിക്കാനായി ഞങ്ങളുടെ ചാനലിൻ്റെ താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ